കൂട്ടിക്കൊണ്ട് പോകാൻ പോകുന്നത് ജോയിയുടെ വീട്ടിലേക്കാണ്. ആ വീടിൻ്റെ ഒരു അവസ്ഥയൊക്കെ തന്നെ നേരിട്ട് കണ്ടുവരാം. ആ വീട്ടിലേക്ക് കയറണമെങ്കിൽ ഒരു വഴി ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ മഴക്കാലത്ത് തകർന്ന ഒരവസ്ഥയിലാണ് ഉള്ളത്. അതുകൊണ്ട് തന്നെ തൊട്ട് അടുത്തുള്ള മറ്റൊരു വഴിയിലൂടെ, ഇത് യഥാർത്ഥത്തിൽ അവരുടെ വീട്ടിലേക്ക് പോകുന്ന അവർക്ക് അവകാശമുള്ള വഴിയൊന്നും തന്നെയല്ല, ഇത് ഈ സമീപത്തുള്ള വീടുകളിലേക്കൊക്കെ പോകുന്ന വഴിയാണ്. പക്ഷേ ഇപ്പം ആ വീട്ടിലേക്ക് പോകാൻ മറ്റു വഴികൾ ഒന്നും തന്നെ ഇല്ല. ഇങ്ങനെയുള്ള ഈ വലിയ കല്ലും കാടുമൊക്കെ നിറഞ്ഞ വഴിയിലൂടെ വേണം ജോയിയുടെ ആ വീട്ടിലേക്ക് പോകാൻ. യഥാർത്ഥത്തിൽ ജോയി ജോലിക്ക് പോകുന്നതൊക്കെ ഇങ്ങനെയുള്ളൊരു സാഹചര്യത്തിൽ നിന്നൊക്കെ ആയിരുന്നു. ആ വീട് എന്ന് പറയുന്നത് നമുക്ക് താഴെ നിന്ന് നോക്കുമ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത് ഹോളോ ബ്രിക്സ് കട്ടയൊക്കെ കെട്ടി ഒരു ഒറ്റ മുറി വീടായിരുന്നു. അതോടൊപ്പം തന്നെ ഒരു സൗകര്യങ്ങളൊന്നും തന്നെ ഇല്ല, വൈദ്യുതി ഇല്ല, വെള്ളമില്ല എന്നുള്ളതൊക്കെയാണ് നാട്ടുകാർ പറയുന്നത്. ഇതുപോലെ ദുഷ്കരമായ വഴിയിലൂടെ വേണം കടന്നു പോകാൻ. ജോയിയെ സംബന്ധിച്ചിടത്തോളം ആരോഗ്യവാനായ ഒരു ആളായിരുന്നു, അദ്ദേഹത്തിന് പോകാൻ കഴിയുമായിരുന്നു. പക്ഷേ ഇനി അമ്മയുടെ കാര്യമാണ് ഏറെ പ്രതിസന്ധിയാകുന്നത്. കാരണം ആ അമ്മയ്ക്ക് എങ്ങനെ ഇതൊക്കെ ഈ സ്ഥലത്തൂടിയൊക്കെ ആ വീട്ടിലേക്ക് പോകാൻ കഴിയുമെന്നുള്ളതാണ് ഏറെ ചോദ്യചിഹ്നം. ഇപ്പോൾ നമുക്ക് ഈ ജോയിയുടെ ഒരു സുഹൃത്തും അതോടൊപ്പം തന്നെ അദ്ദേഹത്തെ അടുത്തറിയാവുന്ന ആളുമൊക്കെയാണ് നമ്മളെ അങ്ങോട്ടേക്ക് കൊണ്ടുപോകുന്നത്. ചേട്ടാ, ഈ ഒരു വഴിയിലൂടെ മാത്രമേ ഇപ്പോൾ ആ വീട്ടിൽ പോകാൻ പറ്റുള്ളൂ? ഇതേ വഴിയുള്ള അവർക്ക് വീട്ടിൽ പോകാൻ, വേറെ വഴിയില്ല. ജോയി നല്ലൊരു വ്യക്തിയാണ്. എങ്ങനെയാണ് നിങ്ങൾക്ക് പരിചയം? എൻ്റെ വീട് അപ്പുറത്താണ്, ശകലം അപ്പുറത്താണ്. ഇവിടെ നിന്നൊരു 50 മീറ്റർ. ഇത് ജോയിയുടെ സ്ഥലമല്ലല്ലോ. അതെ, ഇത് നമ്മൾ പോകുന്നത് ഇതാണ്. ജോയിയുടെ സ്ഥലം ഇതാണ്. ഇതെല്ലാം അവൻ്റെ സൗകര്യമാർക്ക് കൊടുത്തു. ഓ ശരി. ഇതങ്ങ് അറ്റം വരെ പോകും. 2 സൗകര്യമാർക്കായിട്ട് കൊടുത്തേക്കാം. ജോയിക്ക് ഇവിടെ 5 സെൻറ്റ്. നിങ്ങൾ ഒന്നിച്ച് ജോലിക്കൊക്കെ പോകുന്ന ആൾക്കാരാണ്? എന്തായിരുന്നു കൂലിപ്പണിക്ക് വെക്കാൻ? ഞങ്ങൾ കരിങ്കല്ല് ചുമട്, ഈ കോളാപ്പുറത്ത് ചുമട്, മറ്റു പണിക്കൊക്കെ കക്കൂസ് സുഴി കുത്താൻ, എല്ലാ പണിക്കും പൊക്കോണ്ടിരുന്നു. നല്ലൊരു വ്യക്തിയാണ്. ഈ കാണുന്നതാണോ വീട്? ഈ വീട്ടിലേക്ക് ഇങ്ങനെ വേണം പോകാൻ അല്ലേ? ശരി. ഞാൻ മൂപ്പ ഇറങ്ങട്ടെ. ഈ ഇടയ്ക്ക് എലിപ്പനിയും പിടിച്ചിട്ട് ആളാണ്. ആരാ? ഇത് ഈ റോഡ് ഇങ്ങോട്ടുള്ള ഒരു ചെറിയൊരു നടവഴി ഉണ്ടായിരുന്നു, അത് തകർന്നിട്ട് എത്ര നാളായി? അത് 1 മാസം വരെ മഴയത്ത് വീണു. അപ്പൊ ഈ അമ്മയും ജോയിയൊക്കെ ഇങ്ങോട്ട് ഇതുവഴി ഇങ്ങനെയാണോ വരുന്നേ? അവര് എവിടെ? ഈ കാണുന്നതാണ് ജോയിയുടെ വീട്. നമ്മൾ താഴ്ന്ന ദൃശ്യങ്ങൾ നോക്കുമ്പോൾ ഈ ഒരു മുറി മാത്രമേ കാണുകയുള്ളൂ. ആസ്പെറ്റോസ് വിരിച്ച് അതോടൊപ്പം എപ്പം വേണമെങ്കിലും പൊളിഞ്ഞു പോകാൻ തരത്തിൽ ഉള്ള ഒരു സുരക്ഷിതമല്ലാത്ത കതകും ഒക്കെയാണ് ഇവിടെ ഉള്ളത്. കൃത്യമായതൊന്നും തേക്കുകയോ അല്ലെങ്കിൽ ഒന്ന് മെയിൻറ്റെയിൻ ചെയ്യുകയോ ഒന്നും തന്നെ ചെയ്തിട്ടില്ല. ഈ കാണുന്നതാണ് വീട്. തുറക്കണ്ട. ഇത് കാണുമ്പോൾ, ഇതിൻ്റെ ഒരു അവസ്ഥ കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകും എത്ര ഒരു ദയനീയ അവസ്ഥയിലായിരുന്നു അവർ കഴിഞ്ഞ് വന്നിരുന്നതെന്ന്. യഥാർത്ഥത്തിൽ അവരുടെ ഒരു വഴി എന്ന് പറയുന്നത് ഈ കാണുന്നതാണ്. ഇത് പൊളിഞ്ഞുപോയി. ഇവിടെ ഒരു ചെറിയ സ്റ്റെപ്പ്, നടന്നു പോകാൻ കഴിയുന്നൊരു സ്റ്റെപ്പുണ്ട്. അതാണ് പ്രധാന വഴി. നമ്മൾ നേരത്തെ ഒക്കെ വാർത്ത നൽകിയത് അവിടെ നിന്നുകൊണ്ടാണ്. അതിലെ ഇങ്ങനെ നടന്ന് വരാൻ കഴിയുമായിരുന്നു. അതും സുരക്ഷിതമാണെന്നൊന്നും പറയാൻ കഴിയില്ല, കാരണം അതിൻ്റെ ഒരു വീതിയൊക്കെ നമുക്ക് ഇവിടെ കാണാവുന്നതേ ഉള്ളൂ. ഇത്തരത്തിൽ ചെറിയ ഒരു നടവഴി മാത്രമേ താഴെ വരെ ഉണ്ടായിരുന്നുള്ളൂ. അത് ഈ മഴക്കാലത്ത് പൊളിഞ്ഞ് വീണിരിക്കുന്നു. അതൊക്കെ ഇനി തിരിച്ച് കെട്ടണമെങ്കിൽ തന്നെ വലിയൊരു പ്രയത്നം ആവശ്യമാണ്. ഒപ്പം അതുവഴി ഇങ്ങനെ നടന്നു വന്നു കഴിഞ്ഞാൽ ഈ കാണുന്ന സ്ഥലത്ത് വീടൊക്കെ ഏകദേശം കാട് പിടിച്ച, അല്ലെങ്കിൽ അതിൻ്റെ ജനലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാം ദ്രവിച്ച അവസ്ഥയിലൊക്കെയാണ് ഉള്ളത്. മുകളിലുള്ള ആസ്പെറ്റോസ് ഷീറ്റൊക്കെ പൊട്ടിയ ഒരു നിലയിൽ. അതോടൊപ്പം വീടിനകത്തേക്കൊക്കെ നോക്കിക്കഴിഞ്ഞാലും യാതൊരു തരത്തിലുള്ളൊരു സൗകര്യങ്ങളുമില്ല. ഈ ഒരു 2 മുറി മാത്രമേ ഉള്ളൂ. ഈ കാണുന്നത് ഒരു മുറി, അതിനപ്പുറത്ത് അടുക്കളയോട് കൂടിയ ഒരു മുറി. ഈ 2 മുറിയിലാണ് മാത്രമുള്ള ഒരു വീട്. അവരുടെ സാധനങ്ങളൊക്കെ എപ്പോഴും ഇങ്ങനെ ഇവിടെ ഇരിക്കുന്നത് കാണാം. ഈ വീട്ടിലായിരുന്നു യഥാർത്ഥത്തിൽ അമ്മയും ജോയിയും താമസിച്ചിരുന്നത് എന്ന് വിശ്വസിക്കാൻ പോലും കഴിയുന്നില്ല. കാരണം ചോർന്നൊലിക്കുന്ന വീടാണ്. നമുക്കിപ്പോൾ ഇതിൻ്റെ മുകളിലേക്കൊക്കെ നോക്കിക്കഴിഞ്ഞാൽ തന്നെ കാണാം ചെറിയ വിടവൊക്കെ ഉണ്ട്. അതിലൂടെയൊക്കെ മഴ പെയ്തു കഴിഞ്ഞാൽ വെള്ളമൊക്കെ തന്നെ അടുക്കള ഭാഗത്തേക്കൊക്കെ ഒഴുകിയെത്തും. ആ ഒരു അവസ്ഥയിലാണ്. അതോടൊപ്പം ഇതിൻ്റെ ചുറ്റുപാടുമൊക്കെ വലിയ തോതിൽ കാടും
ഒക്കെയാണ് പിടിച്ച് കിടക്കുന്നത്. അങ്ങനെ ഈ ഒരു അവസ്ഥയിലാണ് നിന്നുകൊണ്ടാണ് ജോയി ദിവസേന ജോലിക്ക് പോവുകയും ഉപജീവനത്തിന് വേണ്ടി, വരുമാനം കണ്ടെത്തുന്നതിന് വേണ്ടി, അമ്മയെ സംരക്ഷിക്കുന്നതിന് വേണ്ടി, അമ്മയ്ക്ക് മരുന്ന് വാങ്ങിക്കൊടുക്കുന്നതിന് വേണ്ടി, അമ്മയ്ക്ക് ആഹാരം ഉറപ്പാക്കുന്നതിന് വേണ്ടിയെല്ലാം ജോയി ഇവിടെ നിന്നായിരുന്നു ജോയിയുടെ യാത്രകൾ തുടങ്ങിയിരുന്നത്. പക്ഷേ ആ യാത്ര കഴിഞ്ഞ ദിവസം അല്ലെങ്കിൽ 2 ദിവസങ്ങൾക്ക് മുമ്പ് തമ്പാനൂരിൽ ആമഴിഞ്ചാൻ തോട്ടിൽ അവസാനിച്ചു എന്ന് വിശ്വസിക്കാൻ യഥാർത്ഥത്തിൽ ഈ വീട്ടുകാരെ സംബന്ധിച്ചിടത്തോളം ഇപ്പോഴും കഴിഞ്ഞിട്ടില്ല. പക്ഷേ ആ യാഥാർത്ഥ്യം ഉൾക്കൊണ്ടുകൊണ്ട് ജോയിക്ക് നല്ലൊരു യാത്രയയപ്പ്, ആ ഒരു സംസ്കാര ചടങ്ങുകളൊക്കെ നല്ല രീതിയിൽ തന്നെ നടത്തുന്നതിന് വേണ്ടിയുള്ള ഒരു ക്രമീകരണങ്ങൾ ഇതിന് തൊട്ട് അപ്പുറത്ത് നടന്നു വരികയാണ്.